മാളവികയും മാളവികയുടെ ഹസ്ബൻഡ് അടക്കമുള്ള ഒരു കുടുംബം നമ്മുടെ കൂടെയുണ്ട്. മാളവിക ഇത് 3ാം തവണയാണ് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്നത്. അതിൻ്റെ വലിയ സന്തോഷത്തിലാണ്. ഇത്തവണ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്ത ഒരാൾ മാളവികയാണ്. 45ാം റാങ്കുണ്ട്. ഇത് 3ാം തവണയാണ് ഇത്. എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്, പക്ഷെ 3ാമത്തെ തവണയാണ് ലിസ്റ്റിൽ വരുന്നത്. അതെ അതെ. എങ്ങനെയാണ് ഇപ്പോൾ ഒരു നേട്ടത്തെ അറിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? വളരെ വളരെ സന്തോഷം. വലിയൊരു ദൈവാധീനമാണ്. നല്ല റാങ്ക് കിട്ടുക UPSC എന്നുള്ള പരീക്ഷ വളരെ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ കൂടെ എനിക്കിതൊരു സ്ട്രെയിനായ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. മോനുണ്ടായിരുന്നു ആ സമയത്ത്. 14 ദിവസം കഴിഞ്ഞാണ് ഞാൻ മെയിൻസ് പരീക്ഷ എഴുതുന്നത്. അപ്പം ദൈവാധീനം കൊണ്ട് മാത്രമാണ്, പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട്, ഇതൊക്കെ കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് വളരെ വളരെ സന്തോഷം. ഡെലിവറി കഴിഞ്ഞ തൊട്ട് പിന്നാലെ ആയിരുന്നു പരീക്ഷ അല്ലേ? മെയിൻസ് പരീക്ഷ അതിന് ശേഷമായിരുന്നു. ഇന്റർവ്യൂവിന് പോകുന്നത് ഞങ്ങൾ ഇവൻ കുഞ്ഞായിരുന്നപ്പോൾ 4 മാസമുള്ള കുട്ടീനെ കൊണ്ടൊക്കെയാണ് പോയത്. 3 തവണ തുടർച്ച ഇങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞാൽ വലിയ നേട്ടമാണ്. അതെ അതെ. പ്രതീക്ഷിച്ചിരുന്നോ അത്ര റാങ്ക്? പരീക്ഷ എഴുതി തീർക്കാൻ പറ്റിയപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ റാങ്ക് എപ്പോഴും നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നല്ല റാങ്ക് കിട്ടുന്നത് ഒരു ഭാഗ്യക്കളിയാണ്. അപ്പം അതറിയില്ലായിരുന്നു, വരുമായിരിക്കും പ്രതീക്ഷിച്ചു. പക്ഷേ മാളവികയുടെ ഹസ്ബൻഡ് നന്ദഗോപാൽ IPS കാരൻ തന്നെയാണ്. ഇവിടെ മഞ്ചേരിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സന്തോഷ നിമിഷത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് മാളവികയുടെ ഭർത്താവാണെന്ന് അറിയുന്നത്. എന്താണ് ഈ നിമിഷത്തിൽ? വളരെ സന്തോഷം. ഈ പറഞ്ഞ പോലെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് ഞാൻ ട്രെയിനിങ്ങിലായിരുന്നു. മാളവിക തന്നെയും പിന്നെ മാളവികയുടെ ഫാമിലി, അച്ഛൻ, അമ്മ, അനിയത്തി, അവരാണ് കുട്ടിയെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നോക്കുന്നത്. പരീക്ഷയ്ക്കിടയ്ക്ക് വന്ന് ഫീഡ് ചെയ്തിട്ട് പോകുന്നത്, പിന്നെ കുട്ടിയും കൊണ്ട് ഡൽഹിയിലെ തണുപ്പത്ത് ഇൻ്റർവ്യൂവിന് പോകുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും ഡെഡിക്കേഷൻ്റെ ഇതുകൊണ്ട് മാത്രമാണ്, ലാസ്റ്റ് വരെ ഒരു പെർസീവറൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. വളരെ സന്തോഷം. കുറച്ച് റിസ്ക് എടുത്തിരുന്നു അല്ലേ ഈ ഒരു സമയം? റിസ്ക് എന്ന് പറയാൻ പറഞ്ഞാൽ ഫാമിലിയുടെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഫാമിലി ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കും അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. അവരതുപോലെയാണ് ഇവനെ നോക്കിക്കൊണ്ടിരുന്നത്. ഡൽഹി പോകുന്നതൊക്കെ ഒരു റിസ്ക് ആയിരുന്നു, ഇവനെ കൊണ്ട് ആ തണുപ്പത്ത് പോകുന്നതൊക്കെ. എങ്കിലും അതിന് ഇപ്പോൾ റിസൾട്ട് കിട്ടിയതിൽ വളരെ സന്തോഷം. IAS സെലക്ട് ചെയ്യാന്നുള്ളത് തന്നെയാണോ? അതെ, ആദ്യം IAS ആണ് വെച്ചിരിക്കുന്നത്. അതെ. 2 തവണ എങ്ങനെയായിരുന്നു ഫലങ്ങളൊക്കെ? ഞാൻ 2019 പരീക്ഷ എഴുതി. 2020 IRS സർവീസിലാണ്, ഇൻകം ടാക്സിലാണ്. ഇപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണറാണ്. പിന്നെ 2023 172 കിട്ടിയിരുന്നു. അപ്പം സർവീസിൽ ഒരു മാറ്റം ഉണ്ടായില്ല. ഇത് പിന്നെ ഏറ്റവും അവസാനത്തെ അറ്റംപ്റ്റ് ആയിട്ട് ഇപ്പോൾ എഴുതുമ്പോഴാണ് 45 റാങ്കിൽ വന്നേക്കുന്നത്. IAS ആഗ്രഹിച്ച നേട്ടം സ്വന്തമാക്കി എന്നുള്ളതാണ്. അതെ അതെ, ദൈവാധീനം. എങ്ങനെയായിരുന്നു ഇതിന് പഠനം? എങ്ങനെയൊക്കെ രണ്ടാളും ഒരുമിച്ചുള്ള ഒരേ മേഖലയിലായതുകൊണ്ട് ആ രീതിയിലായിരുന്നു? പഠനം എനിക്ക് നേരത്തെ പരീക്ഷ എഴുതിയിട്ടുണ്ടായതുകൊണ്ട് ഒരു പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഈ തവണ ഞാൻ പ്രഗ്നൻ്റ് ഒക്കെ ആയിരുന്നുകൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ചെയ്യുക, ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ ആ എക്സ്പീരിയൻസും സപ്പോർട്ടും ഉണ്ടായത് കൊണ്ടാണെന്ന് തോന്നുന്നു എഴുതി തീർക്കാനൊക്കെ പറ്റിയത് പരീക്ഷ. അതുകൊണ്ടായിരിക്കണം. ഒരുമിച്ചുള്ള ഇതുണ്ടായിരുന്നു, കാരണം രണ്ടാളും ഒരേ മേഖലയിൽ രീതിയിലുള്ള പഠിത്തമൊക്കെ ഉണ്ടായപ്പോൾ. സത്യത്തിൽ ഇപ്രാവശ്യം ഈ അറ്റംപ്റ്റിൽ ഞാൻ ഹൈദരാബാദിലെ ട്രെയിനിങ്ങിലായിരുന്നു. അപ്പോൾ എനിക്ക് അധികം ഇങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. 90% പഠിത്തം തന്നെയാണ് പഠിച്ചത്. പിന്നെ ഇന്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് വളരെ നേരത്തെ ആയിരുന്നു ഇന്റർവ്യൂ. ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല, 2 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനെങ്ങും പോയിട്ടില്ല. അപ്പം ഇവനായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് മോക്ക് ഇന്റർവ്യൂ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് ഫോണിൽ കൂടെ ഒക്കെ ആയിരുന്നു. അങ്ങനെയായിരുന്നു ഇപ്രാവശ്യത്തെ പഠന രീതി. ഒരു മാതൃകാ ദമ്പതികൾ തന്നെയായി. എന്തായാലും റിപ്പോർട്ടർ TVയുടെ അഭിനന്ദനം അറിയിക്കുകയാണ്. ഇപ്പോൾ ഒരു മകൻ ഗർഭിണിയായി കൊണ്ടിരിക്കുമ്പോൾ ശേഷം ഡെലിവറിക്ക് തൊട്ട് പിന്നാലേക്കാണ് ഇത്തരത്തിൽ മാളവികയും കുടുംബവും ഇതിനുവേണ്ടി അറ്റംപ്റ്റ് ചെയ്യുന്നത്. എന്തായാലും രണ്ടുപേരും അതിൻ്റെ സന്തോഷത്തിലാണ്. രണ്ടുപേരും തിരുവല്ല എവിടെയാണ് നാട്? തിരുവല്ല മുത്തൂരാണ്. മാളവികയുടെ അച്ഛൻ അജിത് കുമാർ KFC റിട്ടയർഡായി. അമ്മ ഗീതാലക്ഷ്മി ഗൈനക്കോളജിസ്റ്റാണ് ചെങ്ങന്നൂർ ആശുപത്രിയിലെ. അനിയത്തി മൈത്രേയ ഉണ്ട്, ഡോക്ടറാണ്. എന്തായാലും അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് റോഷ്നി ഇപ്പോൾ കുടുംബം നിൽക്കുന്നത്. അതിൻ്റെ നേട്ടം സ്വന്തമാക്കിയതിനാണ് അവർ ഇവിടെ നിന്നും നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ്.